വേദപുസ്തകത്തിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. കാരണം മറിയയുടെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ യേശു ആരാണ്? ചോദ്യം. ഉത്തരം, യേശു രക്ഷകൻ. എങ്ങനെയാണ് യേശു രക്ഷകനാകുന്നത്? യേശു മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. എന്താണ് പാപം? ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപം. ദൈവസ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം. പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദം പാപം ചെയ്തത് നിമിത്തം സകല മാനവകുലവും മരണത്തിനധീനമായപ്പോൾ മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ മനുഷ്യന് ഒരു രക്ഷകനെ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ദൂതൻ മറിയയോട് പറഞ്ഞത്, അവൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഇതിലൂടെ കേൾക്കുന്ന, കാണുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് രക്ഷകനാണ്. ഇവിടെ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമം അല്ലാതെ. സകല മനുഷ്യരുടെയും രക്ഷയാണ് യേശു കർത്താവ്. രക്ഷകനാണ് യേശു കർത്താവ്. ഒന്ന്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. രണ്ട്, മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. എങ്ങനെയാണ് യേശു പാപത്തിൽ നിന്ന് രക്ഷിച്ചത്? തിരുവചനം പറയുന്നു, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. യേശു കർത്താവ് മാനവകുലത്തെ പാപത്തിൽ നിന്ന് മോചിച്ചത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട്. വിശ്വസിക്കുന്നവരെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധി വരുത്തി പാപത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് യേശു രക്ഷകനാണ്. വീണ്ടും തിരുവചനം പറയുന്നു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെയാണ് രോഗത്തിൽ നിന്ന് മനുഷ്യനെ യേശു രക്ഷിച്ചത്? തൻ്റെ അടിപ്പിണരാൽ. ബൈബിൾ പറയുന്നു, അവൻ്റെ പുറം ഉഴവ് ചാലുപോലെ കീറി രക്തം ധാരയായി ഒഴുകി. എന്തിനു വേണ്ടി? രോഗത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. ഒന്ന്, യേശു പാപത്തിൽ നിന്ന് രക്ഷിച്ചു, അതുകൊണ്ടവൻ രക്ഷകനാണ്. രണ്ട്, രോഗത്തിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെ? സ്വന്തം രക്തവും മാംസവും തകർത്തിട്ട് രക്തം ധാരധാരയായി ഒഴുക്കി പുറം ഉഴവ് ചാലുപോലെ കീറി അതിൻ്റെ അകത്തുനിന്ന് വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും സൗഖ്യം വെളിപ്പെട്ടു. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. മൂന്ന്, ശാപത്തിൽ നിന്നുള്ള രക്ഷ. എന്താണ് ശാപം? യഹോവയായ ദൈവം പറഞ്ഞു, ശാപം മാനവകുലം അല്ലെങ്കിൽ ആദം പാപം ചെയ്തത് നിമിത്തം, ആദം നിമിത്തം ശാപം വന്നു വീണു. എല്ലായിടത്തും ഒരു ശാപമുണ്ടായി. അധ്വാനത്തിൽ ശാപം, ആരോഗ്യത്തിൽ ശാപം, ജീവിതത്തിൽ ശാപം, കഷ്ടത, പട്ടിണി ഒക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു. എന്തു നിമിത്തം? ശാപം നിമിത്തം. ഏകൻ്റെ പാപം നിമിത്തം ശാപം വന്നെങ്കിൽ ഏകൻ്റെ അനുസരണം നിമിത്തം മനുഷ്യർക്ക് അനുഗ്രഹമുണ്ടായി. ആ ഏകൻ ആദമല്ല, അത് കർത്താവായ യേശുക്രിസ്തു എന്ന ഒടുക്കത്തെ ആദമാണ്. അപ്പോൾ ശാപത്തിൽ നിന്ന് യേശു നമ്മെ രക്ഷിച്ചു. ബൈബിൾ പറയുന്നു, അവൻ നമ്മുടെ ശാപങ്ങളെ വഹിച്ചു. അവൻ ശാപമായി മാറി.
നാം അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, നാം ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് യേശു നമുക്ക് പകരം ശാപമായി മാറി. അതുകൊണ്ട് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കായി നൽകി തരുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, രക്ഷകനായി തരുവാൻ അങ്ങയുടെ പുത്രനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയ്ക്ക് നന്ദി. പുത്രനെ നൽകിയ പിതാവിന് നന്ദി. സ്വന്തം ജീവൻ തന്ന് പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച പുത്രനാമ യേശു ക്രിസ്തുവേ, അങ്ങയ്ക്ക് നന്ദി. ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയ്ക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയും പ്രശംസയും യേശു ക്രിസ്തുവിന്. ദൈവവചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്.